എറണാകുളം ജില്ലയിലും സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. എറണാകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ എന്ന തൃക്കാക്കര നിയോജക മണ്ഡലത്തിലും ചാലക്കുടി പാർലമെന്റ് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് ചാലക്കുടി നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വോട്ടർമാരെ കാണും. അതേസമയം UDF സ്ഥാനാർത്ഥികളും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തും. കൊച്ചിയിൽ നിന്നും ഉമേഷ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഉമേഷ്, സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ഒരു തിരക്കിലാണോ? എങ്ങനെയാണ് ഇന്നത്തെ പര്യടന പരിപാടികളൊക്കെ? അതെ കീർത്തി, ഓരോ ദിവസം കഴിയുന്തോറും പ്രചാരണം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. പരമാവധി വോട്ടർമാരിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി രാവിലെ മുതൽ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവമാണ്. എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ ഇന്ന് തൃക്കാക്കര നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പര്യടനം നടത്തുന്നത്. തൃക്കാക്കര നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായ വൈറ്റില വെസ്റ്റിൽ നിന്നാണ് ഇന്ന് സ്ഥാനാർത്ഥിയുടെ പര്യടനം തുടങ്ങുന്നത്. വൈറ്റില വെസ്റ്റ് കൂടാതെ പൂണിത്തുറ എന്ന് പറയുന്ന ഭാഗത്തും സ്ഥാനാർത്ഥി എത്തി വോട്ടർമാരെ നേരിൽ കാണും. ഉച്ചയ്ക്ക് ശേഷം ചളിക്കവട്ടം, തമ്മനം ഭാഗങ്ങളിലായിരിക്കും സ്ഥാനാർത്ഥിയുടെ പര്യടനം ഉണ്ടാവുക. ഈ സ്ഥാനാർത്ഥികളെല്ലാവരും ഓരോ ദിവസവും ഓരോ നിയോജക മണ്ഡലം എന്ന കണക്കിലാണ് പര്യടനം തുടരുന്നത്. പാർലമെൻറ്റ് മണ്ഡലം ഒട്ടാകെ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. എറണാകുളം മണ്ഡലമാണെങ്കിലും ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലമാണെങ്കിലും 7 നിയമസഭാ മണ്ഡലങ്ങൾ വീതം ഉൾപ്പെടുന്നതാണ് ഇവയൊക്കെ. അപ്പോൾ ഓരോ ദിവസവും ഓരോ നിയോജക മണ്ഡലം എന്ന നിലയിലാണ് ഇവരുടെ പര്യടനം തുടങ്ങുന്നത്. അതിപ്പോൾ തന്നെ 2-3 റൗണ്ട് ഈ മണ്ഡലങ്ങളിലൊക്കെ പര്യടനം നടത്തിക്കഴിഞ്ഞതാണ്. കൂടുതൽ വോട്ടർമാരെ കാണുന്നു. ഇന്നിപ്പോൾ തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ വൈറ്റില വെസ്റ്റിൽ നിന്നാണ് അല്പസമയത്തിനകം ഇടത് സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചറുടെ പര്യടനം തുടങ്ങുന്നത്. അതേസമയം ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഇന്ന് ചാലക്കുടി നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെയാണ് പര്യടനം നടത്തുന്നത്. ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ പര്യടനം ഇന്ന് തുടങ്ങുന്നതിന് മുൻപ് കലാഭവൻ മണിയുടെ സഹോദരനായ RLV രാമകൃഷ്ണനെ അദ്ദേഹം ഇന്ന് നേരിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് പിന്തുണ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി രാവിലെ 8 മണിയോടെ ചാലക്കുടിയിലുള്ള RLV രാമകൃഷ്ണൻ്റെ വീട്ടിലെത്തി സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് അദ്ദേഹത്തെ നേരിൽ കണ്ട് പിന്തുണ അറിയിക്കും. അതിനുശേഷമാണ് വോട്ടർമാരെ കാണാനായി അദ്ദേഹം ഇറങ്ങുക. ഇന്ന് രാവിലെ 8:30-ക്ക് പരിയാരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പര്യടനം തുടങ്ങും. പരിയാരത്തിന് ശേഷം കാഞ്ഞിരപ്പള്ളി, കോടശ്ശേരി, ഉച്ചയ്ക്ക് ശേഷം അപ്പോളോ ടയേഴ്സ്, പോൾസൺ ഡിസ്റ്റിലറി, മേലൂർ, വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെ കൊടകര ഭാഗങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പര്യടനം നിശ്ചയിച്ചിരിക്കുന്നത്. ആ നിലയിലാണ് ചാലക്കുടിയിലെ ഇടത് സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിൻ്റെ പര്യടനം ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥികളും പ്രചാരണ രംഗത്ത് സജീവമാണ്. എറണാകുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ ഇന്ന് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പര്യടനം നടത്തുന്നത്. രാവിലെ മരട്, നെട്ടൂർ ഭാഗങ്ങളിൽ അദ്ദേഹം പര്യടനം നടത്തും. പിന്നീട് പള്ളുരുത്തി, തൃപ്പൂണിത്തുറ ഭാഗങ്ങളിലൊക്കെ നേരിട്ടെത്തി വോട്ടർമാരെ കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ അദ്ദേഹം ഇന്ന് കുന്നത്തുനാട് നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പര്യടനം നടത്തുന്നത്. രാവിലെ ഐരാപുരം, പട്ടിമറ്റം ഭാഗങ്ങളിലാണ് സ്ഥാനാർത്ഥി ഇന്ന് വോട്ടർമാരെ കാണാനായി എത്തുക. ഉച്ചയ്ക്ക് ശേഷം വാഴക്കുളം ഭാഗങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തും. ആ നിലയിൽ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് വളരെ സജീവമാണ്. എല്ലാവരും ഓരോ ദിവസവും ഓരോ നിയോജക മണ്ഡലം കവർ ചെയ്ത് പോകുക എന്ന നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ UDF സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് MP മാരായതിനാൽ അവർക്ക് ചില പൊതുപരിപാടികളിലടക്കം അവർ പങ്കെടുക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥികളും ഇത്തരത്തിൽ കുടുംബയോഗങ്ങളും അടക്കം പങ്കെടുത്തുകൊണ്ടാണ്, ആ രീതിയിലാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. ഈ ഏപ്രിൽ 26 വരെ ഇത്തരത്തിൽ സമയമുണ്ട്. വലിയൊരു കാലയളവാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഈ വോട്ടെടുപ്പ് ദിനം വരെ വലിയ നീണ്ട ദിനങ്ങളാണ്. അതെല്ലാം പരമാവധി വോട്ടർമാരെ കാണാൻ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥികൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ എറണാകുളം ജില്ലയിൽ ഇന്നും സ്ഥാനാർത്ഥികൾ വളരെ സജീവമായി പ്രചാരണ രംഗത്ത് ഉണ്ടാകും. കീർത്തി. ഉമേഷ്, എറണാകുളം മണ്ഡലത്തിൽ പ്രചാരണം നടക്കുമ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? നമുക്കറിയാം, എറണാകുളം പോലൊരു നഗരത്തിൽ പ്രധാനമായും ആളുകൾ നോക്കിക്കാണുന്നത് വികസനമാണ്. ഓരോ ദിവസവും വികസനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്. അവിടെ ഷൈൻ ടീച്ചറൊക്കെ തന്നെ പ്രചാരണ രംഗത്ത് ഇറങ്ങുമ്പോൾ ഇത് തന്നെയാണോ ഒരു വിഷയമായി മാറുന്നത്? വോട്ടർമാരൊക്കെ തന്നെ ഈ ഒരു കാര്യം തന്നെയാണോ ടീച്ചറോടൊക്കെ തന്നെ പറയുന്നത്?
തീർച്ചയായും വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പോവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇടത് സർക്കാർ നടപ്പാക്കിയ വികസന പരിപാടികൾ മുന്നോട്ട് വെച്ച്, പ്രത്യേകിച്ച് കൊച്ചി മെട്രോ റെയിൽ വികസനമുണ്ട്, ദേശീയപാത വികസനമൊക്കെ അതിവേഗം മുന്നേറുന്നുണ്ട്. ഓരോ വിവിധ മേഖലകളിൽ, തൊഴിലാളി മേഖലകളിലൊക്കെ സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമകരമായ പദ്ധതികൾ അത് എടുത്തു പറഞ്ഞ് ആ നിലയിൽ തന്നെയാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം പൊതുവായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിലടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മതനിരപേക്ഷ നിലപാടിന് വിരുദ്ധമായ പ്രവൃത്തികൾ രാജ്യത്ത് നടപ്പാക്കുമ്പോൾ അതെല്ലാം ജനങ്ങളോട് പറഞ്ഞ് മതനിരപേക്ഷ പക്ഷത്തെ ഉറപ്പിച്ച് നിർത്തി ആ നിലയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികൾ പ്രചരണരംഗത്ത് സജീവമാകുന്നത്. ഒപ്പം മണ്ഡലത്തിലെ പ്രാദേശികമായിട്ടുള്ള മറ്റ് വിഷയങ്ങൾ കൂടി മുൻനിർത്തിയാണ്, അതെല്ലാം ചൂണ്ടിക്കാട്ടി തന്നെയാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അത് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലമാണെങ്കിലും ഒപ്പം ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലമാണെങ്കിലും ആ നിലയിൽ തന്നെയാണ് പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. ഈ സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച് KJ ഷൈൻ ടീച്ചറും പ്രൊഫസർ C രവീന്ദ്രനാഥ് മാഷ് അദ്ദേഹം ഒക്കെ പറയുന്നത് ഇത്രയും ദിവസം കഴിയുമ്പോൾ ഓരോ മണ്ഡലത്തിൻ്റെ ഓരോ മുക്കും മൂലയും ഇവർക്കെല്ലാം ഇപ്പോൾ തന്നെ പരിചിതമാണ്. പൊതുവായ വികസന പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ മണ്ഡലത്തിൽ കൊണ്ടുവരണം എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ ധാരണകൾ ഇതിനകം തന്നെ LDF-നുണ്ട്. അത് എല്ലാം നടപ്പാക്കുക, അത് ജനങ്ങളോട് പറയുക എന്ന നിലയിൽ തന്നെയാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. ശരി, ഉമേഷാണ് ആ വിവരങ്ങൾ നൽകിയത്.